വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ക്ലബ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കിയായിട്ടുള്ള ടെക്സ്റ്റിലെ എക്സർസൈസ് ചെയ്യുവാണ്. ഇൻ എ ക്ലാസ് ദർ ആർ 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ എ ക്ലാസ് ദർ ആർ 4 more girls than boys. അപ്പോൾ ലെറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് ബി എക്സ് എന്ന് എടുത്താൽ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? x+4 ആണ് അല്ലേ? നാല് പേര് കൂടുതലാണ്. ബോയ്സിന്റെ എണ്ണത്തിനേക്കാൾ 4 പേര് കൂടുതലാണ് അല്ലേ? നമ്പർ ഓഫ് ബോയ്സ് വെൻ 8 ബോയ്സ് ആബ്സെന്റ്. നോക്കിയേ, ഓൺ എ ഡേ വെൻ ഓൺലി 8 ബോയ്സ് വെയർ ആബ്സെന്റ്. അപ്പം 8 പേര് ആബ്സെന്റ് ആകുമ്പോൾ അവരുടെ നമ്പർ എത്ര ആയി? x-8 ആയി അല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? Number of boys on a day when only 8 boys absent, the number of girls was twice the number of boys. Number of boys ന്റെ twice എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ എണ്ണത്തിന്റെ ഇരട്ടി. അപ്പം 8 പേര് ആബ്സെന്റ് ആകുമ്പോൾ x-8 ആണ്. അതിന്റെ ഇരട്ടി എന്ന് പറയുന്നത് 2 × x-8 ആണ്. ഇതിന്റെ ഇരട്ടിയാണ് ആരുടെ എണ്ണം? നമ്പർ ഓഫ് ഗേൾസ്, ദാറ്റ് ഈസ് x+4 അല്ലേ? ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദർ ഇൻ ദ ക്ലാസ്? അപ്പൊ നോക്കിയേ, നമ്പർ ഓഫ് ബോയ്സ് വെൻ 8 ബോയ്സ് ആബ്സെന്റ് ആകുമ്പം x-8 ആയി. അതിന്റെ ട്വൈസ് ഇരട്ടി എന്ന് പറയുന്നത് × 2 നമ്മൾ ചെയ്താൽ മതി അല്ലേ? അപ്പം 2 × x-8, അതായത് നമ്പർ ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗേൾസ്, ദാറ്റ് ഈസ് x+4. അപ്പൊ 2 × x-8 ഈസ് ഈക്വൽ ടു x+4. നമ്മൾ ഈ 2 അകത്തോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × x ഈസ് ഈക്വൽ ടു 2x. 2 × -8 ഈസ് ഈക്വൽ ടു 8 2s are 16 -16. ഇനി എന്താ? ഈ എക്സ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എക്സ് നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. ഈ 16 അപ്പോൾ ഈക്വൽ സൈനിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. നോക്കിയേ, 2x - x ഇസ് ഈക്വൽ ടു 4 + 16. ഇവിടെ 4 ഇവിടെ കിടപ്പില്ലേ? എക്സ് നമ്മൾ ഇപ്പുറത്തോട്ട് ഇങ്ങ് കൊണ്ടുവന്നു. ഇവിടെ 4 കിടപ്പുണ്ട്. ഇവിടെ -16 ആയതുകൊണ്ട് ഈക്വൽ സൈനിന് മറുപുറത്തോട്ട് പോകുമ്പോഴത്തേക്കും അത് +16 ആവും. That is 2x - x എത്ര? x ആണ്. x is equal to 20 എന്ന് കിട്ടി. 16 + 4 is equal to 20. അപ്പൊ number of boys is equal to 20 എന്ന് കിട്ടി. Number of girls എത്രയാണ്? 20 + 4 that is equal to 24 becomes 1/3. If instead 1 is added to denominator and then simplified, it becomes 1/4. What is the fraction? ഇപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭിന്നസംഖ്യ അല്ലേ? അതിലെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് മുകളിൽ വരുന്ന സംഖ്യയും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് താഴെ വരുന്ന സംഖ്യയും. അപ്പം നമുക്ക് ന്യൂമറേറ്റർ ആദ്യം പറഞ്ഞേക്കുന്നത് എന്താ? ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്യുമ്പോൾ 1/3 കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു ഫ്രാക്ഷൻ. അപ്പം ലെറ്റ് ദ ന്യൂമറേറ്റർ ബി എക്സ് എന്ന് നമ്മൾ എടുക്കുന്നു, ഡിനോമിനേറ്റർ ബി വൈ. അപ്പം നമ്മുടെ ഫ്രാക്ഷൻ എന്തായി? x/y. ഇപ്പൊ ഇതിന് മുകളിൽ വരുന്നതാണ് ന്യൂമറേറ്റർ, താഴെ വരുന്നതാണ് ഡിനോമിനേറ്റർ. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? ന്യൂമറേറ്ററിനോട് നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ 1/3 ആവുന്നു. അപ്പൊ വെൻ ആഡ് 1 ടു ന്യൂമറേറ്റർ, x+1, x ആണ് നമ്മുടെ ന്യൂമറേറ്റർ അല്ലേ? x+1 ഡിവൈഡഡ് ബൈ y ഇസ് ഈക്വൽ ടു 1/3. ഇതിനെ നമുക്ക് ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 × x+1 എന്ന് വരും അല്ലേ? 3 ഇതാ ഇവിടോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, y ഇതാ ഇവിടോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 3 × x+1 ഇസ് ഈക്വൽ ടു y എന്ന് കിട്ടി. നമ്മൾ വീണ്ടും നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഈ 3 അകത്തോട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × x 3x, 3 × 1 3, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ y × 1 എന്ന് പറയുന്നത് y. വെൻ ആഡ് 1, ഇത് നമ്മൾ ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇനി അടുത്ത എന്താ? വെൻ ആഡ് 1 ടു ഡിനോമിനേറ്റർ. നമ്മുടെ ഡിനോമിനേറ്റർ എന്താണ്? ഇവിടെ y ആണ് അല്ലേ? അപ്പോൾ y-യോട് നമ്മൾ ഡിനോമിനേറ്ററിനോട് നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ x/y+1 ഇസ് ഈക്വൽ ടു അപ്പോഴെന്താ കിട്ടുന്നതെന്നാ പറഞ്ഞത്? 1/4. അപ്പോൾ വീണ്ടും നമ്മൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. x × 4 4x, y+1 × 1, 1നോട് ഏത് മൾട്ടിപ്ലൈ ചെയ്താലും അത് തന്നെയാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ y+1.
അപ്പോൾ 4x ഈസ് ഈക്വൽ ടു y പ്ലസ് 1. y നമ്മൾ y മാത്രം ഇവിടെ ഇട്ടു. y ഈസ് ഈക്വൽ ടു 4x പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടും. അപ്പം പുട്ട് ദ വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 1. നമുക്കിവിടെ വൈക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട് 3x പ്ലസ് 3 എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനകത്തോട്ട് പുട്ട് ദ വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 1 ഈസ് ഇൻ ഇക്വേഷൻ 2. നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് ഇതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 4x പ്ലസ് 1 എന്ന് കൊടുക്കുകയാണ്. y ഈസ് ഈക്വൽ ടു 3x പ്ലസ് 1 ഒന്നാമത്തെ ഇക്വേഷനാണ്. അപ്പം 3x പ്ലസ് 3 ഇസ് ഈക്വൽ ടു 4x പ്ലസ് 1. വൈയുടെ വാല്യൂ നമ്മൾ വൈക്ക് കൊടുക്കുകയാണ് ഈ ഇക്വേഷനകത്തിൽ. 3x ഇസ് ഈക്വൽ ടു അപ്പോൾ y ഈസ് ഈക്വൽ ടു 4x മൈനസ് 1 എന്നാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 3x പ്ലസ് 3 എന്നായിരുന്നു. അപ്പം ഈ വൈക്ക് ഈ 3x പ്ലസ് 3 എന്നുള്ള ഇക്വേഷൻ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. 3x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 4x മൈനസ് 1. നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വേരിയബിൾ ഒരെണ്ണം ഈക്വൽ ആകാൻ വേണ്ടിയാണ്. 2 വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻ വേണം അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ y എന്നുള്ള വേരിയബിളിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഈ വില ഇങ്ങോട്ട് കൊടുക്കുന്നതാണ്. 3x പ്ലസ് 3 ഇസ് ഈക്വൽ ടു 4x മൈനസ് 1. അപ്പം ഈ 3 നമുക്ക് ഈ മൈനസ് 1നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, ഈ 3xനെ അപ്പുറത്തോട്ടും കൊണ്ടുപോകാം. അപ്പം 3 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 4x മൈനസ് 3x. 4x മൈനസ് 3x എന്ന് പറഞ്ഞാൽ എന്താ? x ഇസ് ഈക്വൽ ടു 4. ഇനി ഈ 4 എന്നുള്ള എക്സിൻ്റെ വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. y ഈസ് ഈക്വൽ ടു 4x മൈനസ് 1-നകത്തോട്ട് y ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എത്ര? 4 അല്ലേ. 4 ഇൻറ്റു 4 മൈനസ് 1 ദാറ്റ് ഈസ് 16 മൈനസ് 1 15. അപ്പം നമ്മുടെ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂമറേറ്റർ ആണ്, y എന്ന് പറയുന്നത് നമ്മുടെ ഡിനോമിനേറ്റർ ആണ്. നമ്മുടെ ഫ്രാക്ഷൻ എന്തായി? 4/15 എന്നായി നമ്മുടെ ഫ്രാക്ഷൻ. മനസ്സിലായോ?